നമുക്കിപ്പം ആൽവിൻ ഇപ്പോഴത്തെ നിലപാട് അതാണ് ഏറ്റവും പ്രധാനം. വി ഡി സതീശന്റെ ഞാൻ വേണമെങ്കിൽ പറവൂർ ഒഴിഞ്ഞു കൊടുക്കാം, അവിടെ കേസ് മത്സരിച്ചോട്ടെ. തീർച്ചയായും സേതു അതുതന്നെ വളരെ വ്യക്തമാണ്. അദ്ദേഹം നിലപാട് കടുപ്പിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ അവസാന ആവനാഴിയിലെ അമ്പും പുറത്തെടുക്കുകയാണ്. അദ്ദേഹം പറയുന്നത് അതുതന്നെയാണ്. താൻ പറവൂരിൽ നിന്ന് മാറിക്കൊടുക്കാം, അവിടെ കെ സി വേണുഗോപാൽ വന്നാൽ അവിടെ വിജയിപ്പിക്കാൻ താൻ തയ്യാറാണ്, അത്രയ്ക്ക് ഉറപ്പുണ്ട് തനിക്ക് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ യോഗം മണിക്കൂറുകൾ നീളുകയാണ്. ഇപ്പോൾ 2 മണിക്കൂർ പിന്നിടുമ്പോൾ സ്വാഭാവികമായും അതിൽ തീരുമാനമുണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഓരോ നേതാക്കന്മാരുമായി 3 നേതാക്കന്മാരെ അവിടെ വിളിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെയും അവിടെ വിളിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ് പ്രസിഡന്റിൻ്റെ ഈ യോഗത്തിൽ 4 പേരോടും വ്യക്തിപരമായി സംസാരിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ വ്യക്തിപരമായി സംസാരിക്കുന്നതിൽ കാര്യങ്ങൾ ഇപ്പോഴും തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. വി ഡി സതീശൻ ആഞ്ഞടിക്കുന്നത് അങ്ങനെയാണ്. AICC ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന പദവി ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആക്ഷേപമായി അദ്ദേഹം പറയുന്നതിൽ ഏറ്റവും ശ്രദ്ധേയം. ഇത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റിന് മുൻപാകെയും രാഹുൽ ഗാന്ധിക്ക് മുൻപാകെയാണ് KC അല്ലെങ്കിൽ വി ഡി സതീശൻ ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അങ്ങനെ വരുമ്പോൾ അത് സ്വാഭാവികമായും നേതൃത്വത്തെ വീണ്ടും വിഷമവൃത്തിയിലാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാര്യം അദ്ദേഹം പറയുന്ന ക്ലെയിം അദ്ദേഹം അത് മുന്നോട്ട് വയ്ക്കുകയാണ്. KC പറയുന്ന ക്ലെയിം അതോടൊപ്പം തന്നെ KC മുന്നോട്ട് വയ്ക്കുന്നു. സ്വാഭാവികമായും AICCയുടെ തലമുതിർന്ന അംഗമെന്ന നിലയിൽ KCയെ കൂടി ചുറ്റിപ്പറ്റിയുള്ള ചർച്ചയായതുകൊണ്ട് തന്നെ ഇതിൽ ഏറെ ശ്രദ്ധാപൂർവം തന്നെയാവും ഈ കോൺഗ്രസിൻ്റെ ഒരു നിലപാട് വരിക. പക്ഷേ അത് ഇപ്പോഴും പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ആ തീരുമാനത്തിലേക്ക് ഇപ്പോഴും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെയാണ് KCയിലേക്ക് കാര്യങ്ങൾ പോയതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വി ഡി സതീശൻ നിലപാട് കടുപ്പിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ. അദ്ദേഹം പറഞ്ഞത് ഈ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന പദവി അത് ദുരുപയോഗം ചെയ്യുകയാണ്. അത് MLA-മാരെ വഴങ്ങിക്കൊടുക്കാൻ ആയിട്ട് ഉപയോഗിക്കുകയാണ്. ആ MLA-മാരെ തൻ്റെ വഴിക്ക് കൊണ്ടുവരുന്ന നിലയിലേക്ക് ഉപയോഗിക്കുകയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപമായി വി ഡി സതീശൻ ഈ ഘട്ടത്തിൽ പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അത് വളരെ കടുത്ത ഒരു വിമർശനം തന്നെയാണ്. പ്രത്യേകിച്ച് അത് ഉന്നയിക്കുന്നത് കോൺഗ്രസ് പ്രസിഡന്റിന് മുൻപാകെയും രാഹുൽ ഗാന്ധിക്ക് മുൻപാകെയുമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ നിലപാട് ഘടിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നിന്ന് അദ്ദേഹം പിന്നോട്ടില്ല എന്നുള്ളതുകൂടി ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്, ഉറപ്പിച്ചു പറയുകയാണ്. അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുകൂടിയാണ്. തൻ്റെ സ്വന്തം തട്ടകമായ പറവൂര്, അവിടെ നിന്ന് താൻ വേണമെങ്കിൽ മാറിക്കൊടുക്കാം, KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വരുമ്പോൾ മത്സരിപ്പിക്കാൻ, അവിടെ വന്ന് ജയിപ്പിക്കാൻ അത്രത്തോളം തനിക്ക് അവിടെ ആ പറവൂർ മണ്ഡലത്തിൽ വിശ്വാസമുണ്ട്, ജനങ്ങളെ വിശ്വാസമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിലും തീരുമാനത്തിലേക്ക് എത്താതെ പോകുന്നു എന്നുള്ളത് ഏറെ വിഷമകരമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. കാര്യം മണിക്കൂറുകളും ദിവസങ്ങളും നീണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഒരു മിന്നും വിജയം നേടിയ ശേഷം ഇത്തരത്തിൽ ചർച്ചകൾ പോകുന്നു. അണികൾ തെരുവിലേക്ക് ഇറങ്ങുന്ന സ്ഥിതി ഉണ്ടാകുന്നു. അത് വി ഡി സതീശന് വേണ്ടി ഇറങ്ങുന്നു. അതോടൊപ്പം തന്നെ KC വേണുഗോപാലിന് വേണ്ടി ഫ്ലെക്സുകൾ വെക്കുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി അണികൾ നിരന്നു കഴിഞ്ഞു. അങ്ങനെ പലവിധ തർക്കങ്ങളിലേക്ക് കോൺഗ്രസ് പോവുകയാണ്. ഏറെക്കാലം കോൺഗ്രസിൽ ഇല്ലാതിരുന്ന ഒരു ഗ്രൂപ്പ് കളിയും ഒക്കെ ഇപ്പോൾ കണ്ടു തുടങ്ങുകയാണ് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. മാത്രമല്ല ആൽവിൻ, അതായത് ഇപ്പം ഒരു സ്പ്ലിറ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റും. വി ഡി സതീശൻ അനുകൂലികളുടെയും KC വിഭാഗത്തിൻ്റെയും ഒക്കെ കൃത്യമായ വിഭജനം നടന്നിരിക്കുന്നു. ഈ ഒരു ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ 102 സീറ്റ് കൊടുത്ത് മിന്നും വിജയം നേടി കേരള ജനത ഭരണം ഏൽപ്പിച്ച് ഇത് ഞങ്ങൾ 102 സീറ്റ് നൽകിയിരിക്കുന്നു, ഇനി നിങ്ങൾ ഭരിച്ചോളൂ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഒരു മന്ത്രിസ്ഥാനത്തിലേക്ക്, ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ആ പാർട്ടി പിളരുന്ന അവസ്ഥയിലേക്ക് പോലും എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. അതെ, വിഭാഗീയത അതിൻ്റെ വലിയ തോതിൽ തലപൊക്കിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്തെങ്ങും കോൺഗ്രസിൽ കാണാത്തതാണ് സേതു. ഇത്തരത്തിൽ ഒരു ചർച്ചകളോ ഇത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ കഴിഞ്ഞ 10 വർഷം അധികാരത്തിലില്ലായിരുന്നു എങ്കിൽ പോലും ഒരു ഘട്ടത്തിലും വേറൊരു ഗ്രൂപ്പ് എന്ന നിലയിലേക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് അവിടെ അതിനൊരു ഇടയുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. അത് പക്ഷേ മാറി അതിൽ വളരെ കൃത്യമായി ഗ്രൂപ്പ് സംവിധാനം പോലും എന്നൊരു ഇക്വേഷനിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. പഴയ A ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ KC വേണുഗോപാലിനോടൊപ്പം ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ്. പക്ഷേ സതീശൻ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് വളർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ കാണുന്നത് ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നു അദ്ദേഹത്തിന് വേണ്ടി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. നേതാക്കന്മാർ അതിൽ കുറവാണെങ്കിൽ പോലും ജനങ്ങൾ വി ഡി സതീശൻ അല്ലെങ്കിൽ സാധാരണ പാർട്ടി പ്രവർത്തകർ വി ഡി സതീശൻ എന്ന പേര് ഉച്ചരിച്ചുകൊണ്ട് പുറത്തേക്ക് വഴിയിലേക്ക് തെരുവിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. രമേശ് ചെന്നിത്തലയുടെ I വിഭാഗം ഇപ്പോഴും അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പഴയ I വിഭാഗം ഇപ്പോഴും അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു.